എന്താണ് UDF-ൽ കടക്കുന്നതിന് വേണ്ടി അൻവർ ഉന്നയിച്ച ആവശ്യങ്ങളെന്ന് അൻവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് അൻവർ തന്നെ ചോദ്യം ഉന്നയിക്കുകയാണ്. TG സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ അൻവർ എന്താണ് UDF-ൽ കടന്നു കൂടുവാനുള്ള സമ്മർദ്ദമായിട്ട് ഉന്നയിച്ച കാര്യമെന്ന്. ഒരു സിറ്റിംഗ് സീറ്റ് വേണം, കാരണം നിലമ്പൂർ സീറ്റ് തൻ്റേതാണ്, അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് തനിക്ക് വേണമെന്ന്. ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങാതിരുന്നതാണല്ലോ ഇപ്പോൾ ഒരു അസോസിയേറ്റ് അംഗമായിട്ട് പോലും അൻവറിനെ പരിഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അൻവറിൻ്റേത് സമ്മർദ്ദം മാത്രമായിരുന്നുവെന്ന് വെളിപ്പെടുകയല്ലേ? തീർച്ചയായും അതുതന്നെയാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഷൗക്കത്ത്, ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരല്ല യഥാർത്ഥ തർക്ക വിഷയം. തിരുവമ്പാടി സീറ്റാണ്. നിലമ്പൂർ ഒഴിഞ്ഞപ്പോൾ തിരുവമ്പാടി സീറ്റാണ് അൻവർ യഥാർത്ഥത്തിൽ മനസ്സിൽ കണ്ടത്. പക്ഷേ അത് ലീഗ് മത്സരിക്കുന്ന സീറ്റാണ്. ലീഗ് നേതൃത്വവുമായ ആശയവിനിമയം നടത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റല്ലേ, കോൺഗ്രസിനല്ലേ താങ്കൾ നിലമ്പൂർ സീറ്റ് നൽകിയത്, അങ്ങനെയെങ്കിൽ കോൺഗ്രസ് തന്നെ സീറ്റ് വിട്ടു നൽകട്ടെ എന്ന നിലപാട് ലീഗിൽ നിന്നുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിലമ്പൂർ സീറ്റ് വിട്ടു നൽകേണ്ടി വന്നാൽ കോൺഗ്രസിൽ നിന്നും മറ്റൊരു വിട്ടുവീഴ്ച ലീഗും പ്രതീക്ഷിച്ചു. പക്ഷേ ആ തരത്തിലേക്ക് കോൺഗ്രസിൽ നിന്നും അനുകൂല നിലപാടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അൻവറിനെ കുഴപ്പിച്ച വിഷയം. മറിച്ച് ഇക്കാര്യത്തിൽ ഒരു കോൺക്രീറ്റായ സ്റ്റാൻഡും ഉണ്ടായില്ല. ചുരുക്കത്തിൽ നിലമ്പൂർ വിട്ടു നൽകിയ തനിക്ക് കോൺഗ്രസിലും UDF-ലും എന്ത് പരിഗണന എന്നത് അൻവറിനെ കുഴപ്പിച്ച വിഷയമാണ്. കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയതുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അൻവറിന് ഒരു സീറ്റ് വിട്ടു നൽകാം എന്ന നിലപാടിലേക്ക് ഒഴുക്കൻ മട്ടിൽ കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ അൻവറിനെ കുഴക്കിയ വിഷയം. ചുരുക്കത്തിൽ നിലമ്പൂർ സീറ്റ് വിട്ടു നൽകി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന തനിക്ക് ഉറപ്പിച്ച ഒരു സീറ്റ് നൽകുന്നുമില്ല. ചുരുക്കത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകും എന്ന തിരിച്ചറിവിലാണ് അൻവർ ഇപ്പോൾ ഇത്തരമൊരു നിലപാടെടുത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. VD സതീശനുമായി നേരിട്ട് ഏറ്റുമുട്ടിയ അൻവറിന് ഇനി UDF-ൽ എന്ത് ഭാവി, ഇനി എന്ത് സാധ്യത എന്ന ചോദ്യത്തിന് കൂടിയാണ് ഇനി കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരിക. ഒരുപക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു നേതാക്കൾ ഇടപെട്ട് മറ്റൊരു വഴി തുറന്നേക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും തൽക്കാലം അൻവറിന്റെ മുന്നിൽ വാതിൽ തുറന്നില്ല UDF എന്നതാണ്. അൻവറിന്റെ സമ്മർദ്ദത്തിന് UDF വഴങ്ങിയിട്ടില്ല.